ശ്രീ ഷാബു പ്രസാദ്, സജി ചെറിയാൻ ആരെയൊക്കെയാണ് മറന്നത്? ഇപ്പോൾ സജി ചെറിയാൻ പറയുന്ന കാര്യങ്ങൾ മുൻപ് മാതാ അമൃതാനന്ദമയിയുടെ ഭക്തർ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അവരെ വിശ്വസിച്ചിരുന്ന അവരിൽ വിശ്വാസമുള്ളവർ പറഞ്ഞിരുന്ന കാര്യമാണ്. ഒരുപാട് ആളുകൾ വള്ളിക്കാവിലേക്ക് വരുന്നു, അല്ലെങ്കിൽ അമൃതാനന്ദമയി എവിടെയാണോ അവിടെ വരുന്നു, അനുഗ്രഹം തേടുന്നു, ഇതൊക്കെ ഉണ്ട് എന്ന്. ഇപ്പോൾ സജി ചെറിയാൻ പറയുന്നു അതേ കാര്യങ്ങളാണല്ലോ. പക്ഷേ ആ സമയത്ത് എന്തായിരുന്നു സംഭവിച്ചിരുന്നത്? മുമ്പ് അമൃതാനന്ദമയിക്കെതിരെ എന്തെല്ലാം പരിഹാസങ്ങൾ ചൊരിഞ്ഞവരാണ് ഇവർ. ഇപ്പോൾ എന്താണ് ഇതിനെ വിളിക്കാൻ കഴിയുക? ഇപ്പോൾ ഒരു മാതാ അമൃതാനന്ദമയിക്ക് ഉമ്മ കൊടുത്തു എന്നതല്ലല്ലോ, അതിലേക്ക് അദ്ദേഹം ഇത് ചുരുക്കാൻ പോവുകയാണ്. അതിനാണ് അദ്ദേഹത്തെ അധിക്ഷേപിക്കുന്നത്, ആക്ഷേപിക്കുന്നത്, സൈബർ ഹാൻഡിലുകളിൽ അതെല്ലാം കാണുന്നു എന്ന് പറയുന്നത്. അതല്ലല്ലോ വിഷയം. ഇത് അവസരവാദപരമായ നിലപാടെടുക്കുന്നു, അത് ഹിന്ദു വോട്ടുകൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയാണ് എന്നുള്ള കാര്യമാണല്ലോ. അതാണല്ലോ യാഥാർത്ഥ്യം. അതിൽ നിന്ന് തെന്നിമാറുന്ന സമീപനമല്ലേ ഇപ്പോൾ സജി ചെറിയാൻ ഈ പ്രസംഗത്തിൽ നടത്തിയിരിക്കുന്നത്? എന്റെ മഞ്ജുഷേ, ഈ എന്താണ് അവസരവാദം, ഈ അപ്പ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്ന ആ ഒരു രീതി, ഇതൊക്കെ എന്നൊക്കെ പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് CPM-നെ സംബന്ധിച്ചിടത്തോളം, CPM-ന്റെ നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ ആദ്യമായിട്ട് കാണുക. അതിൻ്റെ അകത്ത് എനിക്ക് അതിൻ്റെ അകത്ത് യാതൊരു അത്ഭുതവും ഇല്ല, ഒരത്ഭുതവും ഇതിൻ്റെ അകത്തില്ല. ഇപ്പൊ നോക്കൂ, ഇവിടെ നമ്മുടെ കൂത്തുപറമ്പ് വെടിവെപ്പ് നടന്നത് എന്തിനായിരുന്നു? സ്വാശ്രയ സ്ഥാപനങ്ങൾക്കെതിരെ നടന്ന കൂത്തുപറമ്പ് വെടിവെപ്പ്. ഇപ്പൊ ഈ വർഷം തോറും നടക്കുന്ന കൂത്തുപറമ്പ് രക്തസാക്ഷി ദിനാചരണത്തിൽ തെറി വിളിക്കുന്ന മുഴുവനും നരേന്ദ്രമോദിയും BJP-യും. കാര്യം ഇത് പറഞ്ഞ ഇവരാർക്കെതിരെയാണോ ഏറ്റവും കൂടുതൽ ബഹളം വെച്ചത്, ആരെ കൊല്ലാനാണോ ഇവർ ഏറ്റവും കൂടുതൽ ഓടി നടന്നത്, ആ MV രാഘവന്റെ മകൻ ഇപ്പൊ CPM-ന്റെ കൂടെയാണ്, CPM-ന്റെ ആളാണ്. ഇങ്ങനെ എത്ര 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 ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിൽ, എത്രയോ ഉദാഹരണങ്ങൾ. അതുകൊണ്ട് ഇക്കാര്യത്തില് നമ്മൾ വെറുതെ ഇരട്ടത്താപ്പ് അല്ലെങ്കിൽ ഈ മാതിരി സ്വഭാവം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ CPM-നെ പരിഹസിക്കുന്നതിൻ്റെ അകത്തൊന്നും അവർക്കതൊന്നും ഒരു വിഷയമല്ല. അത്ര മാത്രം കാണ്ടാമൃഗം തോറ്റുപോകുന്ന തൊലിക്കെട്ടിയുള്ള വർഗമാണിത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി എന്താണ്, ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങളെ എങ്ങനെ പറ്റിക്കണം എന്നുള്ള കാര്യത്തിൽ ഇവർ അദ്വിതീയരാണ്. ഇപ്പൊ അയ്യപ്പ സംഗമം നടത്തി ഇവിടെ പമ്പയിൽ. ഇവിടെ ഭയങ്കര ട്രോളുകളും ബഹളങ്ങളും ഒക്കെയാണ്. അതിന് ആളില്ലായിരുന്നു, അത് പരാജയപ്പെട്ടു, ഒന്നുമല്ല. ഇവരെന്താണോ ഉദ്ദേശിച്ചത് അതവിടെ നടന്നിട്ടുണ്ടെന്ന്. അതായത് NSS-നെ SNDP-യുടെ ആൾക്കാരെ ഒരേ വേദിയിൽ കൊണ്ടുവന്ന് അവരുടെ കാര്യങ്ങൾ സാധിച്ചു കൊടുത്ത്, അവരുടെ നേതാക്കന്മാർക്ക് എന്താണോ വേണ്ടത് അത് ചെയ്യാമെന്നുള്ള ഉറപ്പ് കൊടുത്ത് അവരെ കൊണ്ടുവന്ന് ആ സമുദായങ്ങളിലേക്ക് നുഴഞ്ഞു കയറാനുള്ള അവരുടെ ശ്രമത്തിൽ അവർ വിജയിച്ചിട്ടുണ്ട്. ട്രോളുകൾ പോലെ, ട്രോളിനപ്പുറമാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതേപോലെ ഇപ്പത്തെ ഈ സജി ചെറിയാനെ കടന്ന് പരിഹസിച്ചിട്ടും ട്രോളിയിട്ടും ഇതൊന്നും അവരെ സംബന്ധിക്കുന്ന പ്രശ്നമല്ല. ഒന്ന് ആലോചിച്ച് നോക്ക്, ഈ ലോകത്തിന്റെ മുമ്പിൽ, ക്യാമറകളുടെ കൺമുമ്പിൽ നിയമസഭ അടിച്ചു പൊളിച്ചിട്ട് ഞങ്ങളത് ചെയ്തിട്ടേ ഇല്ലേ, ഞങ്ങളത് നിരപരാധികളാണ് എന്ന് ഒരു ഉളുപ്പും നാണവും ഇല്ലാതെ നമ്മുടെ മുഖത്ത് നോക്കി പറയാൻ കഴിയുന്ന ഇവറ്റകളോട് എന്ത് പറയാനാണെന്ന്. ഇത് തിരിച്ചറിയേണ്ടത് കേരളത്തിലെ ജനങ്ങളാണ്. കേരളത്തിലെ ജനങ്ങൾ അത് തിരിച്ചറിയുമോ ഇല്ലയോ എന്നുള്ളത്. അല്ല, ഇപ്പോൾ ഈ മാതാ അമൃതാനന്ദമയിയുടെ വിഷയത്തിലേക്ക് വരാം. ഇപ്പോൾ സജി ചെറിയാൻ്റെ ഒരു വിശദീകരണം താങ്കൾ കേട്ടുവല്ലോ. മാതാ അമൃതാനന്ദമയിയുടെ വാക്കുകളെ, അവരുടെ ഭാഷയെയാണ് ഞങ്ങൾ ആദരിച്ചത്, ആ സംസ്കാരത്തെയാണ് ആദരിച്ചത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായിരുന്നുവല്ലോ സംസ്ഥാന സർക്കാരിൻ്റെ ലക്ഷ്യവും. ഐക്യരാഷ്ട്രസഭയിൽ മാതാ അമൃതാനന്ദമയി സംസാരിച്ചതിൻ്റെ വാർഷികം, അതിൽ ഒരു ആദരവ് നൽകുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവിടെ പറയുന്നത് ഇത് തന്നെയാണ്, അവരുടെ ഭാഷയെ, അതായത് കേരളത്തിൻ്റെ വാക്കുകളെ അവിടെ ഉന്നയിച്ച് അങ്ങനെ ഒരു ആഗോള ഖ്യാതി നേടിയതിൻ്റെ ഒരാദരവ്, അതിൻ്റെ വാർഷികത്തിൽ ഒരാദരവ് നൽകുന്നു എന്നുള്ളതാണ്. അതല്ലാതെ ഈ അനുഗ്രഹം തേടാൻ പോയി ഞങ്ങളുടെ നിലപാടുകൾ മാറ്റി എന്നൊന്നും പറയരുത് എന്നാണ് സജി ചെറിയാൻ്റെ വാക്കുകൾ. എൻ്റെ മഞ്ജുഷേ, ഈ ലോകത്ത് നമുക്ക് പറഞ്ഞു ബോധിപ്പിക്കാവുന്നതും ഈ പറയാതെ പറയാനും കഴിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവറ്റകൾ എന്തായിരുന്നു അമ്മയെ വിളിച്ചുകൊണ്ടിരുന്നത്? കടപ്പുറം സുധാമണി, ഇതായിരുന്നല്ലോ ഈ വൃത്തികെട്ട വർഗം അമ്മയെ വിളിച്ചുകൊണ്ടിരുന്നത്. ഇതാ ഇന്നും P. ജയരാജന്റെ മകൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട, സുധാമണി.
ഇവരുടെ മനസ്സിലെ പുഴുത്തു നാറിയ ജാതി ചിന്ത എങ്ങനെയെല്ലാം അടിച്ചേൽപ്പിക്കാൻ കഴിയുമോ അത് ഓരോ സമയത്ത് പറഞ്ഞു. കടപ്പുറം സുധാമണി എന്നായിരുന്നു ഈ നാശം പിടിച്ച വൃത്തികെട്ട അലവലാതി വർഗം അമ്മയെ വിളിച്ചിരുന്നത്. അതുകൊണ്ട് അവിടെ തന്നെ ചെന്ന് ഇപ്പൊ അമ്മയെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ആരെന്ത് തെറി വിളിക്കുന്നോ, ആരെന്ത് തന്തയ്ക്ക് വിളിക്കുന്നോ, ഇതൊന്നുമില്ല. ആ ലോകത്തിനെ മുഴുവനും തന്റെ മുമ്പിൽ വരുന്ന എല്ലാവരെയും ഒരേപോലെ ഒരേ സ്നേഹത്തോടെ കാണാൻ കഴിയുന്ന അത് വേറൊരു ഡയമെൻഷനാണ്, വേറൊരു തലമാണ്. അതൊന്നും ഇവറ്റകൾക്ക് മനസ്സിലാവില്ല. അത് അങ്ങനെയുള്ളതാണ്. അത് അമ്മയുടെ കാര്യം വിട്. പക്ഷേ ഇവറ്റകളുടെ കാര്യം ഇങ്ങനെയാണ്, ഈ വർഗത്തിന്റെ കാര്യം ഇങ്ങനെയാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ കേരളത്തിലെ ജനങ്ങളെ എങ്ങനെ പറ്റിക്കാം എന്നുള്ള കാര്യത്തിൽ ഇവരെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. കോൺഗ്രസ് ഇപ്പം വസന്ത തെങ്ങമ്പള്ളിക്കൊക്കെ ചിലപ്പോൾ വിഷമം തോന്നുമായിരിക്കും. പക്ഷെ ഉള്ള കാര്യം പറയുകയാണ്, നിങ്ങളൊന്നും അവരെ അക്കാര്യത്തിൽ അവരുടെ 7 അയലത്ത് വരില്ല. എങ്ങനെ കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കണം, എങ്ങനെ ഒരു സമൂഹത്തിലേക്ക് നുഴഞ്ഞു കയറണം, അതിനു വേണ്ട പൊടിക്കൈകൾ എന്തൊക്കെയാണ്, ഇത് നന്നായിട്ട് ഇവർക്കറിയാം. ശരി, ഡോക്ടർ ബി ജയരാജ്, എങ്ങനെ സാധിക്കുന്നു ഇതൊക്കെ? വൈരുദ്ധ്യാത്മക ഭൗതിക